ഒപ്പിട്ട് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ വാ നമുക്ക് ഒരുമിച്ച് തന്നെ ട്രൈ ചെയ്യാം. കർണാടകയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ ഒബ്ബട്ട്. ഇവിടെ ഇത് ഒബ്ബട്ട് എന്നും ഹോളിഗ എന്നും അറിയപ്പെടുന്നു. എന്നാൽ നമ്മൾ മലബാറുകാർക്ക് ഇത് അത്ര സുപരിചിതമല്ല. പക്ഷേ ട്രിവാൻഡ്രം സൈഡിലേക്കൊക്കെ അത്യാവശ്യം ഉണ്ടാക്കുന്ന ഒരു പലഹാരം തന്നെയാണിത്. ആദ്യം തന്നെ നമുക്ക് ഒബ്ബട്ടിന് വേണ്ട ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കടലപ്പരിപ്പാണ് എടുത്തത്. ഇത് ഞാൻ 2 മണിക്കൂർ മുന്നേ ക്ലീൻ ചെയ്ത് കുതിർത്ത് വെച്ച കടലപ്പരിപ്പാണ്. ഇത് നമുക്ക് കുക്കറിലിട്ട് ഒരു വിസിലടിച്ച് വേവിച്ചെടുക്കാം. അതെ, പറയാൻ വിട്ടു, കടലപ്പരിപ്പ് വേവിക്കുമ്പോഴേ ഒരു ഗ്ലാസ് വെള്ളമൂടി ഒഴിക്കണേ. കടലപ്പരിപ്പേ വെന്തുടഞ്ഞു പോകാതെ നോക്കണേ. അതിൻ്റെ ഉൾഭാഗം വെന്തിട്ടുണ്ടാവണം, പക്ഷെ ഉടഞ്ഞു പോകാനും പാടില്ല. ഇനി നമുക്ക് ഈ കടലപ്പരിപ്പ് ഒരു സ്ട്രെയിനറിൽ വെച്ച് അരിച്ചെടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതിൻ്റെ കോട്ടിംഗ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കപ്പ് മൈദമാവാണ് എടുത്തത്. മൈദമാവിന് പകരം വേണമെങ്കിൽ ഗോതമ്പ് മാവും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. 1 സ്പൂൺ എണ്ണ കൂടെ ചേർത്ത് നന്നായി കുഴച്ചെടുത്ത ശേഷം നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് നേരത്തെ അരിച്ചു വെച്ച കടലപ്പരിപ്പില്ലേ, 1 കപ്പ് കടലപ്പരിപ്പ് ഒരു കടായിലേക്ക് ഇടാം. 1 കപ്പ് കടലപ്പരിപ്പിന് 1 കപ്പ് തേങ്ങ, 1 കപ്പ് ശർക്കര എന്ന കൺസിസ്റ്റൻസിയിൽ എല്ലാം കൂടെ കടായിലിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. ശർക്കരയൊക്കെ നന്നായി മെൽറ്റായി വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ച ഏലക്കായും ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയ ശേഷം ഈ ഫില്ലിംഗ് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഫില്ലിങ്ങും കോട്ടിങ്ങും റെഡിയായ സ്ഥിതിക്ക് നമുക്കിനി ഒബ്ബട്ട് ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഫില്ലിങ്സ് എല്ലാം ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി മാറ്റി വയ്ക്കാം. ഇനി മൈദമാവ് ഉരുട്ടി പരത്തിയ ശേഷം അതിലേക്ക് ഫില്ലിംഗ് വെച്ച് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു വാഴയിലയിൽ അത്യാവശ്യം എണ്ണ തൂവിയ ശേഷം ഇത് നന്നായിട്ട് പരത്തിയെടുക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരത്തിയെടുക്കുന്ന ഒരു ചെറിയ ടാസ്ക് തന്നെ. അത്യാവശ്യം ഉണ്ടാക്കുന്നവർക്ക് ഇത് വേഗത്തിൽ കഴിയും, പക്ഷേ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഇതൊരു ചെറിയ കടമ്പ തന്നെയാണ്. പരത്തി കഴിഞ്ഞ ശേഷം നമുക്കിത് ഒരു നോൺ സ്റ്റിക്ക് പാനിലിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ചൂടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഒബ്ബട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാകുന്ന ഒരു പലഹാരമാണിത്. കർണാടകയിലെ എല്ലാ മെയിൻ ഫംഗ്ഷനിനും ഇവർ ആദ്യം വിളമ്പുന്ന ഒരു സ്വീറ്റ് ആയിട്ടാണ് ഈ ഒബ്ബട്ട്. ഇത് നമുക്ക് തേനോ നെയ്യോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ബായ്.